Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്പ്രിംഗ് റോൾ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മലബാർ സ്റ്റൈലുള്ള ചിക്കൻ സ്പ്രിംഗ് റോൾ ആണ്. ഓർ ചിക്കൻ റോൾ എന്നും പറയാം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഞാനൊരു ചിക്കൻ ഒരു വലിയ പീസും പിന്നെ ഒരു ഹാഫ് പീസും എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ്. ഞാനതൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ 3-4 വെളുത്തുള്ളി ചതച്ചത്. കുറച്ച് കറിവേപ്പില ചെറുതായി ചോപ്പ് ചെയ്തത്. പിന്നെ 2-3 പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊറിയാൻഡർ പൗഡർ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ചിക്കൻ വേവിക്കാനായിട്ട് മഞ്ഞൾ. പിന്നെ മസാലാസ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ് ആദ്യം നമുക്ക് തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. തന്നെ നമുക്ക് ചിക്കൻ ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ഷ്രെഡ് ചെയ്തെടുക്കണം. നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഞാനിപ്പോൾ ചിക്കൻ പീസസ് നമ്മൾ ഒരു മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇതുപോലെ ഷ്രെഡ് ചെയ്ത് കിട്ടണം. ഇനി നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നമുക്ക് നന്നായി വഴറ്റി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനാണ് അത് ചെയ്യണം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മസാല ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇടണം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിട്ടിട്ട് നമുക്കൊന്ന് നന്നായി
ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഓഫ് ചെയ്യാൻ പോകണം. നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് അപ്പോൾ ഞാനിതെല്ലാം നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഉപ്പും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഞാനിതിൽ ഇടുന്നില്ല. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ചിക്കൻ ഫില്ലിങ് ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ കേക്ക് അല്ലെങ്കിൽ ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ എത്ര ചിക്കൻ ഫില്ലിങ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മൈദ എടുക്കണം. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ 2-3 മുട്ട. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ്. ഞാൻ 3-4 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് വാങ്ങിക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മൈദ ദോശ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ആവശ്യത്തിന് വെള്ളവും ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമുക്ക് നല്ല കട്ടില്ലാതെ ബാറ്റർ ഉണ്ടാക്കാൻ നോക്കണം. നന്നായി ഇത് ഇളക്കിയെടുക്കുക. ഈ ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇതിൽ കട്ട പോകാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൽ കട്ട പോകാണ്ട് കിട്ടും. എനിക്ക് അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് ബാറ്റർ വേണ്ടത്. ഈ ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ബ്രെഡൊക്കെ കുറച്ച് പീസസ് ആയിട്ട് ഒരു മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പാൻ ചൂടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഒരു ദോശ പാൻ ചൂടാക്കിയെടുക്കുക. ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ദോശയ്ക്ക് ചെയ്യുന്ന പോലെ പരത്തി കൊടുക്കും. ഇനി ഇത് വെന്ത് വരട്ടെ. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാനിത് തിരിച്ചിടുന്നില്ല. എന്തായാലും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടല്ലോ. സോ അപ്പോൾ ഇത് ഒന്നും കൂടി ഫ്രൈ ആയിട്ട് വരും. ഇത് ഞാൻ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇത് ഞാൻ തിരിച്ചിടുന്നില്ല, കാരണം നമ്മളെന്തായാലും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇതുപോലെ ഞാൻ 3-4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഒരു ദോശയും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് വെന്ത് വരട്ടെ. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് എടുത്ത് മാറ്റാം. ഈ എഗ്ഗിൽ നമുക്ക് കുറച്ച് ഉപ്പും ഇത്തിരി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. സോ നമുക്കിത് റോൾ ചെയ്തിട്ട് 2 സൈഡും മടക്കി വെക്കുക. ഇനി ഇത് നമുക്ക് എഗ് വാഷിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള
എല്ലാ ചിക്കൻ റോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. 4 ചിക്കൻ റോള് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. 2 വലുതും 2 മീഡിയം സൈസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ റോൾ ഇട്ട് കൊടുക്കുക. ഇതൊരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇത് 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റാൻ പോവുകയാണ്. നമുക്ക് അടുത്ത ചിക്കൻ റോള് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഈസിയിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.